വി.ഡി. സതീശൻ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗിലും പ്രതിഷേധം. PM ശ്രീ പദ്ധതിക്ക് പുറമെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതും വിവാദമാകുന്നു. വിമർശനം ശക്തമാക്കി സമസ്ത നേതൃത്വം. ബക്കാഡിയെ പോലെയുള്ള മദ്യരാജാക്കന്മാർക്ക് സർക്കാർ കീഴടങ്ങുന്നുവെന്ന് വിമർശനം. വിവാദങ്ങളിൽ വ്യക്തമായ മറുപടികൾ നൽകാനാവാതെ ലീഗ് നേതൃത്വം പ്രതിസന്ധിയിൽ. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വി.ഡി. സതീശൻ സർക്കാർ നടപ്പാക്കുന്ന നയപരിപാടികളിൽ മുഖ്യ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിൽ എതിർപ്പ് ശക്തമാകുന്നു. സർക്കാരിൽ കൂട്ടുത്തരവാദിത്തമില്ലാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന ആരോപണം UDF ഘടകകക്ഷികൾക്ക് മാത്രമല്ല പല കോൺഗ്രസ് നേതാക്കളിലും ശക്തമാണ്. കേന്ദ്ര തലത്തിൽ നടപ്പിലാക്കുന്ന കാവ്യവൽക്കരണ പ്രക്രിയകൾക്ക് പിന്തുണ നൽകുന്ന സമീപനമാണ് സതീശൻ സർക്കാർ കൈക്കൊള്ളുന്നതെന്ന പരാതിയും ഘടകകക്ഷികളിൽ ശക്തമാണ്. എന്നിട്ടും അതിൽ പ്രതിഷേധിക്കാതെ പങ്കുചേരുകയാണ് ലീഗ് നേതാക്കൾ എന്ന ആരോപണമാണ് വിവിധ തലങ്ങളിലെ ലീഗ് അണികൾ അതിശക്തമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് പ്രവർത്തകർ മാത്രമല്ല UDFന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന വിവിധ മത സാമുദായിക സംഘടനകളും സർക്കാരിന്റെ ഇപ്പോഴത്തെ പോക്കിൽ കടുത്ത അസംതൃപ്തിയിലാണ്. നേരത്തെ തങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളെല്ലാം മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ വി.ഡി. സതീശൻ ലംഘിക്കുന്നുവെന്നാണ് ഇവരുടെ മുഖ്യ പരാതി. ഏറെ വിവാദമായ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് പിന്നാലെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന തീരുമാനത്തിലെ ദുരൂഹതകൾ അണികളെ ബോധ്യപ്പെടുത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് ലീഗ് നേതാക്കൾ. ഇപ്പോൾ രണ്ട് വിഷയങ്ങളിലും മുൻ നിലപാടുകളിലും മുൻകാലത്തെ തീരുമാനങ്ങളിൽ നിന്നും പിന്നോക്കം പോവുകയാണെന്ന വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഇവർ ഉയർത്തുന്നത്. തുറന്ന ചർച്ചകൾ നടത്താതെ ധൃതി പിടിച്ച് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതുപോലെ മദ്യനികുതി വിഷയത്തിലും വി.ഡി. സതീശൻ സർക്കാർ ഉരുണ്ടുകളിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പാർട്ടി അണികളും മുസ്ലിം സാമുദായിക പണ്ഡിതന്മാരും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ വിഷമിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കളും മന്ത്രിമാരും ഇപ്പോൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സമസ്ത നേതൃത്വം മദ്യനയത്തിൽ സർക്കാർ കൈക്കൊള്ളുന്ന നിലപാടുകൾ തിരുത്തണമെന്ന് പരസ്യമായി പ്രതികരിച്ചത് UDF സർക്കാരിന് കനത്ത തിരിച്ചടിയായി. സമസ്തയുടെ മുഖപത്രം സുപ്രഭാതത്തിൽ UDF സർക്കാരിനെ അതിനിശിതമായാണ് വിമർശിച്ചിരിക്കുന്നത്. മദ്യനയം ബക്കാഡിയെ പോലെയുള്ള മദ്യ കുത്തക രാജാക്കന്മാരെ സഹായിക്കാനുള്ളതാണെന്ന പ്രതിപക്ഷ ആരോപണം ഗൗരവമേറിയതാണെന്നും അതിന് സർക്കാർ നൽകിയ അമിത പ്രാധാന്യം ആരോപണങ്ങൾക്ക് ബലം കൂട്ടുന്നുവെന്നും സുപ്രഭാതത്തിലൂടെ സമസ്ത വിമർശനമുയർത്തുന്നുണ്ട്. ലഹരി വിരുദ്ധ പോരാട്ടത്തെ തകർക്കുന്ന വിധത്തിലാണ് ബജറ്റ് പ്രഖ്യാപനമെന്നും മതസാമൂഹിക സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും ഉയർത്തുന്ന എതിർപ്പിനെ അവഗണിക്കാതെ ഗൗരവത്തോടെ കാണണമെന്നും വീര്യം കുറഞ്ഞ മദ്യം വീരം കെട്ട നയം എന്ന മുഖപ്രസംഗത്തിലൂടെ സമസ്ത നേതാക്കൾ വി.ഡി. സതീശൻ സർക്കാരിനും ലീഗ് നേതൃത്വത്തിനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ തങ്ങൾക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് അതേ വികാരത്തിൽ മറുപടി നൽകാനാകാതെ ബുദ്ധിമുട്ടുകയാണ് ലീഗ് നേതാക്കൾ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചന്ദ്രിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തെ വിമർശിക്കുന്നുവെങ്കിലും മൃദുവായ ഭാഷയിൽ മദ്യനികുതിയിലെ അവ്യക്തതകൾ മാറ്റണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന്റെ കൈവശമായിരിക്കെയാണ് കാവ്യവൽക്കരണ നീക്കത്തിന് പിന്തുണയുമായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത്. ഇതിലും ലീഗ് നേതാക്കൾ അണികളുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ ഉരുണ്ടു കളിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ +2 പ്രവേശനത്തിലെ ആശങ്കകൾ ഗൗരവമായി തുടരുക തന്നെയാണ്. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനെതിരെ വലിയ വികാരമാണ് ലീഗ് അണികളിൽ ഉയരുന്നത്. മന്ത്രിക്കെതിരെ യൂത്ത് ലീഗ് മന്ത്രിസഭാ സമിതിക്ക് കത്തയച്ചു കഴിഞ്ഞു. വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റിയാകട്ടെ പ്രമേയം പാസാക്കി കഴിഞ്ഞു. പാർട്ടിയുടെ ആശങ്ക UDF നേതാക്കളെ അറിയിക്കുമെന്ന ഉറപ്പ് നൽകി ലീഗ് പ്രവർത്തകരെ സമാശ്വസിപ്പിക്കാനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടത്തുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണ നീക്കത്തെ ശക്തമായി എതിർക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മുതിർന്ന ലീഗ് നേതാക്കൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള വിവിധ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ ലീഗ് മുഖപത്രം ചന്ദ്രികയും ലീഗ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളും ഉണ്ട് എന്നതിനാൽ കേന്ദ്രത്തെയും EDയെയും പിണക്കാൻ ലീഗ് നേതൃത്വത്തിന് കഴിയില്ല. നേതാക്കളുടെ ഒളിച്ചുകളിക്ക് ഇതാണ് കാരണം. എന്നാൽ ലീഗ് അണികളുടെ പ്രതിഷേധത്തെയും സമസ്തയെ പോലെയുള്ള സാമുദായിക നേതാക്കളുടെ നിലപാടുകളെയും അവഗണിക്കാനാകട്ടെ ലീഗ് നേതാക്കൾക്ക് കഴിയുകയുമില്ല. വരും ദിനങ്ങളിൽ ഈ വിധം വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് കൈക്കൊള്ളുന്ന സമീപനം എന്താകുമെന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.